സ്കൂട്ടർ വിളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്ന് ഞാൻ ലൈവ് വരാൻ കാരണം ഇന്ന് ഏറ്റവും അധികം നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. 2024 മോഡൽ ആക്റ്റീവ 125ഉം 2024 ആക്സസ് 125 തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ആണെന്ന് എല്ലാ വ്യൂസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മൾ ഡെയിലി പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ സ്കൂട്ടേഴ്സിൻ്റെയും ടൂ വീലേഴ്സിൻ്റെയും വീഡിയോസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി വേറെ ലാഗൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2024 മോഡൽ സുസുക്കി ആക്സസ് 125ൻ്റെ റൈഡ് കണക്ട് എഡിഷനുള്ള ഫുൾ ഓപ്ഷൻ സ്കൂട്ടറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ് നമുക്ക് കമ്പനി ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാലജൻ ബൾബിനടുത്ത് മാറ്റി LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഹാലജൻ ബൾബിനേക്കാളും കുറച്ചുകൂടി ലൈഫ് LED ബൾബുകൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പൈലറ്റ് ലൈറ്റ്സും വരുന്നതും അതും LED ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പ്രകാശമായിരിക്കും വരുന്നത്. സുസുക്കിയുടെ ബാഡ്ജിങ് നമ്മളിലേക്ക് മൗണ്ട് ചെയ്യാനുള്ള ക്ലിപ്പും ഫ്രണ്ടിൽ തന്നെ കമ്പനി നൽകുന്നുണ്ട്. ആക്സസ് 125ൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റൽ ആയിട്ടുള്ളതാണ്. നമുക്ക് സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ നൽകുന്നുണ്ട്. പാസഞ്ചർ സേഫ്റ്റിക്കായിട്ട് 12 ഇഞ്ച് അലോയ് വീലാണ് കമ്പനി നൽകുന്നത്. 5 സ്പോക്ക് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽസാണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് 90-12 ട്യൂബ്ലെസ് ടയേഴ്സും തരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. വെന്റിലേറ്റർ ഡിസ്ക്കാണ്. എൻഡ്യൂറൻസിൻ്റെ സിംഗിൾ കാലിപ്പർ ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു എടുത്ത് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫുഡ് സ്പേസും ഗ്രൗണ്ട് ക്ലിയറൻസും ആണ്. ഒരു ആവറേജ് പൊക്കം കൂടുതലുള്ള ആണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാവുന്നതാണ്. 160 mm ആണ് ക്ലിയറൻസ് വരുന്നത്. ആകെ വെയിറ്റ് 103 കിലോയേ വരുന്നുള്ളൂ. ഏകദേശം 760 mm ആണ് ഫുഡ് സ്പേസ് വരുന്നത്. ഒരു 6 അടി 6.2 പൊക്കമുള്ള ആളിരുന്നാൽ പോലും കാലൊരിക്കലും കോക്പിറ്റിൽ മുട്ടില്ല. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ സ്കൂട്ടറിന് നൽകിയിട്ടുണ്ട്. ഒരു ഗ്യാസ് സിലിണ്ടർ വരെ നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു ഫുഡ് ബോർഡാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ കൺവീനിയൻസിനായിട്ട് USB ചാർജിങ്ങിനുള്ള പോർട്ടും അതിന് താഴെയായിട്ട് 1/2 ലിറ്റർ സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു മണി പേഴ്സ്, ഒരു മൊബൈലൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്ലോ ബോക്സ് സ്റ്റോറേജും വരുന്നുണ്ട്. മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ചിൽ തന്നെയാണ് സീറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. പിന്നെ എടുത്ത് പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഹെവി ക്വാളിറ്റി സ്വിച്ചസും ഗ്രിപ്സും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ്. ഇത് റൈഡ് കണക്ട് ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോള്, SMS, ഫോണിൻ്റെ ബാറ്ററി ചാർജ്, അതുകൂടാതെ 10x10 നാവിഗേഷൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നമുക്ക് സ്കൂട്ടറിൽ ലഭിക്കുന്നതാണ്. പിന്നെ നോർമൽ സ്കൂട്ടറിൽ ലഭിക്കുന്ന ഫീച്ചേഴ്സായ ടൈം, ഓഡോമീറ്റർ, സ്പീഡ്, ഫ്യൂൽ ഗേജ് എല്ലാം തന്നെ സ്കൂട്ടറിൽ വ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. 2 സൈഡിലായിട്ട് LED നോട്ടിഫിക്കേഷൻസിൽ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, എൻജിൻ മാൽ ഫങ്ഷൻ, ഫ്യൂവൽ പമ്പിൻ്റെ മാൽ ഫങ്ഷൻ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സ്കൂട്ടറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നത്. സീറ്റിന് ഹൈറ്റ് ഏകദേശം 773 mm വരുന്നുള്ളൂ. അത്യാവശ്യം പൊക്കം കുറഞ്ഞ ലേഡീസിന് വരെ നമുക്ക് ഇരുന്ന് സുഖമായി ഹാൻഡിൽ ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന സ്കൂട്ടറാണ് ആക്സസ് വരുന്നത്. സീറ്റിന് താഴെ സ്റ്റോറേജ് 22 ലിറ്റർ വരുന്നുണ്ട്. ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 5 ലിറ്ററാണ് വരുന്നത്. ഇത് കൂടാതെ നല്ലൊരു അടിപൊളി ഗ്ലോസി ബ്ലാക്ക് കളറുള്ള ഗ്രാബ് ഹാൻഡിലും ആക്സസിന് കമ്പനി തരുന്നുണ്ട്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ആക്സസ് 125ൻ്റെ ക്രോം കളറിലുള്ള ഒരു അടിപൊളി ബാഡ്ജിങ് സീറ്റിന് താഴെയുള്ള വലിയ പോർഷനിൽ 2 സൈഡിലും വരും. 124cc എഞ്ചിനാണ്. 8.7 bhp പവർ വരും. 10 Nm ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് 90 km. മൈലേജ് 55-നും 60-നും ഇടയിലാണ് വരുന്നത്. കിക്കർ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് സസ്പെൻഷൻ ഫിക്സഡ് ടൈപ്പാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്ക് സൈഡ് 130 mm യൂസ് ചെയ്തിട്ടുള്ള ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ കോംബി ബ്രേക്ക് സപ്പോർട്ടും വരുന്നുണ്ട്. വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ടെയിൽ ലൈറ്റ് ആണ്. ടെയിൽ ലൈറ്റിൻ്റെ 4 പാടും ചുറ്റും ക്രോമിൻ്റെ ഓർണമെൻറ്റ് വരുന്നുണ്ട്. ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റാണ് വരുന്നത്. അത് കൂടാതെ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ്. നമുക്ക് പെട്രോൾ അടിക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. E20 ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് 12 ഇഞ്ച് ആകുമ്പോൾ ബാക്ക് സൈഡ് വരുമ്പോൾ 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. സെയിം ടു സെയിം 5 സ്പോക്ക് മാറ്റ് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈലൻസറിന് ഷീൽഡ് വരും. ഫാനിന് അതുപോലെ തന്നെ സൈലൻസർ പൈപ്പിനെല്ലാം അഡീഷണൽ ഷീൽഡ് വരുന്നുണ്ട്. 1.17 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അസിസ്റ്റീവ് സ്റ്റാർട്ട് സപ്പോർട്ട് വരുന്നുണ്ട്. SCP ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി എല്ലാം വരുന്ന ആക്സസിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1.17 മാത്രമാണ്. സ്കൂട്ടറിൻ്റെ 4 പാടുള്ള ആ ഒരു ലുക്ക് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടോളൂ. ഇതൊരു പുതിയൊരു കളറാണ്. ഇതധികം ഇറങ്ങിയിട്ടില്ല. 2024 വന്ന ഒരു കളറാണ് ഞാൻ ഈ എക്സ്പ്ലനേഷനായിട്ട് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ആക്സസിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് നേരെ ആക്റ്റീവ 125 ഫുൾ ഓപ്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആക്റ്റീവ 125 ഫുൾ ഓപ്ഷൻ്റെ ഞാനൊരു ഗ്ലോസി ഗ്രേ കളറിലുള്ളൊരു സ്കൂട്ടറാണ് ഇന്ന് ഡിസ്ക്രിപ്ഷൻ തരാനായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് തരാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സെയിൽ നടക്കുന്ന 5 വാഹനങ്ങളിൽ ഒന്നാണ് ആക്റ്റീവ 125. ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് വൈസർ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതുകൂടാതെ നമുക്കൊരു അട്രാക്ഷനും സേഫ്റ്റിക്കുമായിട്ട് പൈലറ്റ് ലൈറ്റ്സ് സ്കൂട്ടറിന് വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിന് അടുത്ത് തന്നെയായിട്ട് പൈലറ്റ് ലൈറ്റും സ്കൂട്ടറിന് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കാണിച്ചിട്ടുണ്ട്. കണ്ടതുപോലെ വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ താഴെ പൈലറ്റ് ലൈറ്റ്സ് ആണ് ആ ഗ്രില്ല് പോലെ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള LED സ്ട്രിപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 പൈലറ്റ് ലൈറ്റിൻ്റെ നടുക്കായിട്ട് ക്രോമിൻ്റെ ഒരു അടിപൊളി ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്ക് വണ്ടിക്ക് നല്ലൊരു റിച്ച് ലുക്ക് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്രണ്ട് മഡ് ഗാർഡ് ഫുൾ മെറ്റലാണ് വരുന്നത്. അത് കൂടാതെ മഡ് ഗാർഡിൻ്റെ സേഫ്റ്റിക്കായിട്ട് റബ്ബറിൻ്റെ പ്രൊട്ടക്ടറൂടെ ആക്റ്റീവ 125 വരുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. സസ്പെൻഷന് പൊക്കം കൂടുതലാണ്. അതുകൊണ്ട് ആ സ്റ്റെം ട്യൂബിന് പൊക്കം കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം വലിയ കുഴി ചാടിയാൽ പോലും നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിട്ട് അറിയില്ല. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ തന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അലോയ് വീൽസ് വരും. ഫ്രണ്ട് 190 mm ഉള്ള എൻഡ്യൂറൻസിൻ്റെ ഡിസ്ക് ബ്രേക്സ് ആണ്, വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ് സ്കൂട്ടറിന് വരുന്നത്. ബാക്കി എടുത്ത് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുഡ് സ്പേസ് തന്നെയാണ്. ഒരു ഗ്യാസ് സിലിണ്ടർ നമുക്ക് സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകുന്ന ആക്റ്റീവ 125ൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വളരെ അട്രാക്റ്റീവാണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അധികം സേഫായിട്ട് നമുക്ക് നമ്മളുടെ കേരളത്തിലെ റോഡുകൾ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കൂട്ടറാണ് ആക്റ്റീവ 125. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലിനേക്കാളും ഇതിൻ്റെ സ്വിച്ചസ്, അതുകൂടാതെ ഗ്രിപ്പ്, ബ്രേക്ക് ലിവേഴ്സ് എല്ലാം തന്നെ ഹെവി ക്വാളിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ഒരു ഗ്ലോ ബോക്സ് സ്റ്റോറേജ് കൂടെ വരുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ടും എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും ഒറ്റ ഇതിൽ തന്നെയാണ് വരുന്നത്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെമി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. ഈ ഡിജിറ്റൽ മീറ്ററിലാണ് ടൈം, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, അതുകൂടാതെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ സ്കൂട്ടറിലുള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടി ഇനി വണ്ടി ഓടും, ലാസ്റ്റ് റണ്ണിൽ എത്ര മൈലേജ് കിട്ടി, കറണ്ട് ആവറേജ് മൈലേജ് എത്രയാണ്, ഇതെല്ലാം ഈ ചെറിയ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ ബേസിക്കായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ്, അതായത് ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, അതുപോലെ എൻജിൻ മാൽ ഫങ്ഷൻ, ഫ്യൂൽ പമ്പ് മാൽ ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മീറ്ററിൽ മേളിലായിട്ട് കാണിക്കുന്നതാണ്. ക്ലിയറൻസ് വരുന്നത് 162 mm ആണ്. ടോട്ടൽ വെയിറ്റ് 109 kg ആണ്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ്. ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ശൈലി അനുസരിച്ച് ഒരു സെൻസർ വർക്ക് ചെയ്തിട്ട് ഫ്യൂവൽ എഞ്ചിനിലേക്ക് ത്രോ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നല്ലപോലെ മൈലേജ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജി ഇപ്പോൾ ആക്റ്റീവ 125 വന്നിട്ടുണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി 124 cc ആണ്. പവർ 6.11 kW, ടോർക്ക് 10.4 Nm ആണ്. ടോപ്പ് സ്പീഡ് വരുന്നത് 85 km ആണ് ടോപ്പ് സ്പീഡ്. മൈലേജ് ഒരു 55-60 ഇടയിൽ കിട്ടും. ബാക്ക് സൈഡ് സസ്പെൻഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്പ്രിംഗ് ലോഡ് സസ്പെൻഷനാണ് ബാക്ക് സൈഡ് വരുന്നത്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 22 ലിറ്ററാണ് സീറ്റിൻ്റെ സ്റ്റോറേജ്. ടാങ്ക് വലുതാണ്. 5.3 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി. 712 mm ആണ് സീറ്റിൻ്റെ ലെങ്ത്ത്. 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്രയാവുന്നതാണ്. അതുകൂടാതെ ഒരു സിൽവർ കളറിലുള്ള ഒരു അടിപൊളി റിയർ ഗ്രാബ് റെയിലും വരുന്നുണ്ട്. ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാം. E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. ലേറ്റസ്റ്റ് ജനറേഷൻ എത്തനോൾ ഫില്ലായിട്ടുള്ള ഫ്യൂൽ നമുക്കിതിൽ യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള വി ഷേപ്പിലുള്ള ഒരു അടിപൊളി ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഹാർഡ് ഫൈബറിൻ്റെ മഡ് ഗാർഡും ബാക്ക് സൈഡിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. മൈലേജ് ടയേഴ്സാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 27,000-28,000 കിലോമീറ്റർ വണ്ടിയുടെ ടയർ കിട്ടും. ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്കും കമ്പനി നൽകിയിട്ടുണ്ട്. ഏകദേശം 1.16 സ്കൂട്ടറിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. 2 വാഹനങ്ങളും ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺ റോഡ് ഫിനാൻസ് ഇട്ട് ഇറക്കാവുന്നതാണ്. EMI കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 5,000-നും 5,500-നും ഇടയിലാണ് EMI നിങ്ങൾക്ക് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 2 ഷോറൂമിൻ്റെയും കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് നമുക്കിതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. 1.17 ആക്സസിൻ്റെ കോസ്റ്റ് വരിക. നേരെ 1.16 ആക്റ്റീവയുടെയും കോസ്റ്റ് വരും. ഓൾമോസ്റ്റ് സെയിം ടു സെയിം കോസ്റ്റാണ് 2 വണ്ടിക്കും വരുന്നത്. അപ്പോൾ ഇതിനൊരു ഡിസിഷൻ എടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം 2 വണ്ടിയും ഒന്നിനൊന്ന് മെച്ചമാണ്. അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സർവീസ് സപ്പോർട്ടുണ്ട്. എന്നാൽ തന്നെയും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കുക ആക്സസ് ആയിരിക്കും ആക്റ്റീവയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതുപോലെ സർവീസ് കിട്ടുന്ന കാര്യം, ഇപ്പോൾ നിങ്ങളൊരു പുറത്ത് ഔട്ട്സൈഡ് ഷോറൂമിൽ ഒരു സർവീസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ മെക്കാനിക്കുകളും ആക്സസ് സർവീസ് ചെയ്യണമെന്നില്ല. ആ നേരെ മറിച്ച് ആക്റ്റീവ 125
നമുക്ക് എല്ലാ മെക്കാനിക്കുകളും സർവീസ് കൂടെ ലഭിക്കുന്നതാണ്. സ്വന്തം വർക്ക്ഷോപ്പിൽ അവർ സർവീസ് ചെയ്യാൻ സമ്മതിക്കുന്നതാണ് ആക്റ്റീവ് ആകുമ്പോൾ. ആ സമയം ആക്സസ് 125 പുതിയ മോഡലൊക്കെ ആകുമ്പോൾ, ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡലൊക്കെ കുറേ മെക്കാനിക്കുകൾക്കൊന്നും അറിയില്ല എൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ റിജക്റ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ 1000 രൂപ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ആക്റ്റീവ് 125 എടുക്കാനേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മറിച്ച് അഭിപ്രായം ഉണ്ടാവാം, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാനും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.